രാവിലെ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മറിച്ച് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തൂക്കാനിറങ്ങി. ഈ വെയിലത്താണെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാട്ടോ. അതുമല്ല ഭയങ്കര ചൂടും. എനിക്ക് ചൂടത്താണെങ്കിൽ ഇങ്ങനെ ചളക്കി എറിഞ്ഞിട്ട് ഓടാനേ തോന്നത്തുള്ളൂ. പിന്നെ ഞാൻ തൂക്കാനിറങ്ങി. പിന്നെ അമ്മയായിട്ട് വഴക്കും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെയുള്ള പണിക്കൊക്കെ ഇറങ്ങാറ്. ഒന്നില്ല സിസ്റ്റർ ഉണ്ടെങ്കിൽ അങ്ങനെയും ഇടിയിടാറുണ്ട്. ഇന്ന് ഞാനാ തൂത്തത്, നീ നാളെ തൂക്ക് എന്നും പറഞ്ഞ് ഇടിയോടിടി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവളെ തന്നെ തൂപ്പിക്കാറുണ്ട്. ഞാൻ കൂടുതൽ ദിവസം തൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ കൊണ്ട് തൂപ്പിക്കുന്ന പണി എനിക്ക് ഭയങ്കര. എന്നിട്ട് ഞാൻ മറിയൊരിടത്ത് ഇരിക്കാൻ പോയില്ല. അപ്പോൾ നീ ഒതുക്കിയിടി, ഞാൻ തൂത്തോളാം. അതും പറ്റത്തില്ല, അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ അടുക്കളയൊക്കെ തൂത്ത് ഇവിടെ കീർക്കിലൊക്കെ പോകുന്നുണ്ട്. പിന്നെ എൻ്റെ കാണാതെ പൈസ സാധനങ്ങൾ അകം തൂത്ത് ഇങ്ങനെ വെളിയിൽ കൊണ്ടിടും. അപ്പോൾ ഞാൻ പോയി അത് പെട്ടെന്നെടുത്ത് ഇങ്ങനെ കൊണ്ട് വയ്ക്കും. പിന്നെ ഇതുപോലെ തൂത്ത് ഒരു സൈഡിൽ വെച്ചിട്ട് ഞാൻ ചൂലൊക്കെ കൊണ്ടുവച്ച് കൈ കഴുകി അകത്ത് കഴുകി എന്നിട്ട് അകം തൂക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. മറിയം വന്നതുകൊണ്ട് ക്ലാസ്സും എല്ലാം എടുത്ത ആൾക്ക് കളിക്കാൻ കൊടുത്തതാണ്. അതൊക്കെ അങ്ങനെ കിടക്കും. എന്നിട്ട് ഞാൻ ഇക്കാടെ മുറിയിൽ നിന്നാണ് തൂത്ത് തുടങ്ങുന്നത്. ബട്ട് സിസ്റ്റർ ഞങ്ങളുടെ മുറിയിൽ നിന്നാണ് തൂത്ത് തുടങ്ങാറ്. ഈ കോസിഡേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം എന്നൊന്നും ഞാനിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തത് സുഖപ്രദ അങ്ങനെ എന്തോ ആയിരുന്നു. എനിക്കിങ്ങനെ ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടു. അപ്പം ഞാനും അങ്ങനെയൊക്കെ ആക്കി എഴുതിയിട്ടെന്നേ ഉള്ളൂ. പിന്നെ പെട്ടെന്നൊരു മഴയൊക്കെ പെയ്ത് പിന്നെ മാങ്ങയൊക്കെ അരിഞ്ഞ് ജ്യൂസ് അടിച്ച് അത് ഞാൻ ഐസ്ക്രീം പോലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബിങ്കോയിൽ നിന്ന്. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ.